ഗാസയിൽ വെടിനിർത്തൽ ഉടനുണ്ടാകുമെന്ന സൂചന നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഇസ്രായേൽ സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഗാസയെ പറ്റിയുള്ള ട്രംപിന്റെ പ്രതികരണം. ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ പുരോഗതി കൈവരിച്ചു വരികയാണെന്നും ട്രംപ് വ്യക്തമാക്കി. ഏതാണ്ട് 21 മാസത്തിലധികമായി മേഖല സംഘർഷഭരിതമാണ്. ഗാസയിൽ പുരോഗതി കൈവരിക്കുന്നുണ്ട്. നല്ല വാർത്ത ലഭിക്കുമെന്നാണ് കരുതുന്നത്. വെടിനിർത്തൽ കരാർ സാധ്യമാകുന്നതിന്റെ വളരെ അടുത്താണ് ഗാസയെന്നാണ് എന്റെ പ്രത്യേക ദൂതനായ സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞതെന്നും ട്രംപ് വ്യക്തമാക്കി. വെടിനിർത്തലിനുള്ള പുതിയ നീക്കങ്ങൾ ആരംഭിക്കുമെന്ന് ഖത്തർ ചൊവ്വാഴ്ച പറഞ്ഞിരുന്നു. ഇതിനായി ചർച്ചകൾ ഊർജിതമാക്കിയതായി അടുത്ത ദിവസം ഹമാസും പ്രതികരിച്ചു. അതിനിടെ തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ കവചിത വാഹനം സ്ഫോടനത്തിൽ തകർന്ന് 7 സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. വാഹനത്തിൽ ഘടിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അതേസമയം ഗാസയിലെ യുദ്ധത്തിൽ ഇസ്രായേലിന് അപ്രതീക്ഷിതമായ തിരിച്ചടിയും ലഭിച്ചു. ഗാസയിൽ ഖാൻ യൂനിസിൽ 7 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു. ബുധനാഴ്ച തെക്കൻ ഗാസയിൽ ഹമാസിന്റെ ടണൽ പൊളിക്കുന്നതിനിടയിലാണ് ടണലിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചത്. എന്നാൽ ടണലിലുണ്ടായിരുന്ന ഹമാസ് ഭീകരന്മാരെ മുഴുവൻ വധിച്ചതായും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരുന്നു. മാർച്ചിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ തകർന്നതിനു ശേഷം ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിനുണ്ടായ ഏറ്റവും ഉയർന്ന ഒരു ദിവസത്തെ മരണസംഖ്യയാണത്. ഇസ്രായേൽ സൈന്യം തന്നെ നിക്ഷേപിച്ച സ്ഫോടക വസ്തുക്കൾ പൊട്ടാതെ കിടന്നതാണോ എന്നും വ്യക്തമല്ല. ഇസ്രായേൽ ഇറാൻ യുദ്ധം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ടും തീരദേശ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് കൂടിയാണിത്. തെക്കൻ നഗരമായ ഖാൻ യൂനിസിൽ ഒരു കോമ്പാക്ട് എഞ്ചിനീയറിംഗ് ബറ്റാലിയനിലെ അംഗങ്ങളായ സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യത്തിന്റെ മുഖ്യ വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫി ഡെഫ്രിൻ പറഞ്ഞു. ഇസ്രായേലി എല്ലാ ആളുകൾക്കും ഇത് ബുദ്ധിമുട്ടുള്ളതും വേദനാജനകവുമായ ഒരു പ്രഭാതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ജനറൽ ഡെഫ്രിൻ മരണങ്ങളെ സങ്കീർണമായ ഒരു സംഭവത്തിന്റെ ഭാഗമായി വിശേഷിപ്പിച്ചു. അത് ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സൈനികർ ഉൾപ്പെട്ടിരുന്ന ബറ്റാലിയൻ തുരങ്കങ്ങൾ കണ്ടെത്തി പൊളിച്ചു മാറ്റുകയും തീവ്രവാദികളെ കൊല്ലുകയും ചെയ്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. അപ്രതീക്ഷിതമായ 7 സൈനികർ ഒന്നിച്ച് കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് അനുശോചിച്ചു. ഖാൻ യൂനിസിലെ യുദ്ധത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ മരണവാർത്ത അറിഞ്ഞ വളരെ വേദനാജനകമായ ഒരു പ്രഭാതമായിരുന്നു അത്. ഞങ്ങളുടെ ജനങ്ങളെയും മാതൃരാജ്യത്തെയും സംരക്ഷിക്കുന്നതിന്റെ 7 പൂക്കൾ പറിച്ചെടുത്തു. മദൻ റോണൽ, നിവ് റോണൽ, ഷഹൻ മായാൻ പ്രസിദ്ധീകരണത്തിനായി ഇതുവരെ പേര് പുറത്തുവിട്ടിട്ടില്ലാത്ത മറ്റൊരു പോരാളി ഹെർസോഗ് എക്സിൽ എഴുതുന്നു. ഗാസയിലെ പോരാട്ടം കഠിനമാണ്. യുദ്ധങ്ങൾ കഠിനമാണ്. ഭാരം വഹിക്കാൻ കഴിയുന്നതിലും ഭാരമുള്ളതാണ്. ഞങ്ങൾ തലകുനിക്കുകയും വേദനയോടെ ആശ്ലേഷിക്കുകയും ദുഃഖിതരുമായ കുടുംബങ്ങളെ കണ്ണീരോടെ കാണുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പരിക്കേറ്റ പോരാളികളുടെ സുഖകരമായ തിരിച്ചുവരവിനായി പ്രാർത്ഥിക്കുന്നുവെന്നും എല്ലാവരുടെയും ജീവൻ രക്ഷിക്കാൻ അവരുടെ ചുമലിൽ വഹിക്കുന്നത് എല്ലാ IDF സൈനികരെയും അവരുടെ കമാൻഡർമാരെയും ശക്തിപ്പെടുത്തുന്നുവെന്നും ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.